Assalamualaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ട് നല്ല മധുരമുള്ള ഒരു ഫാലൂദയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ പേരാണ് അടിപൊളി ഫാലൂദ. ഓക്കെ, ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്. ലോക്ക്ഡൗൺ കാലങ്ങളിൽ നിങ്ങൾക്ക് ഐസ്ക്രീം പാർലറിൽ പോയിട്ടൊന്ന് ഫാലൂദ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ഫാലൂദ ഉണ്ടാക്കാം. ഇതൊരു അടിപൊളി ഫാലൂദ എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഫാലൂദയാണ്. ഇതിൽ മാംഗോ ഉണ്ട്, ജെറി ഉണ്ട്, നിങ്ങൾ എല്ലാം കൂടി മിക്സ്, നട്ട്സ് ഉണ്ട്, ചീസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫാലൂദയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഫാലൂദക്കുള്ള വൈറ്റ് ക്രീം ഉണ്ടാക്കാം. വൈറ്റ് ക്രീമിന് ഞാൻ 200 ml മിൽക്ക്, 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിലേക്ക് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെൽറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ഞാൻ സിനമൺ പൗഡറും പിഞ്ച് ഓഫ് സോൾട്ടും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് കണ്ടൻസ് മിൽക്കും എടുത്തിട്ടുണ്ട്, 100 ഗ്രാം കണ്ടൻസ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കാൻ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കാം. നന്നായിട്ട് കുറുകിയെടുക്കുന്നതാണ്. ഓക്കെ, നന്നായിട്ട് കുറുകുന്ന സമയത്ത് 2-3 ഡ്രോപ്സ് വെനില എസൻസും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. കൈവിടാതെ നന്നായിട്ട് ഇളക്കാൻ. ഒരു മീഡിയത്തിൽ, നന്നായിട്ട് കട്ടിയാവരുത്, ഒരു മീഡിയത്തിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യണം. മീഡിയത്തിൽ ഇത് തീ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനൊന്ന് തണുപ്പിക്കണം, നല്ല തണുക്കണം. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് ബബിൾ വരുന്ന സമയത്ത് ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ എന്തൊക്കെ വേറൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാൻ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ടായ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ക്രിസ്പി ആക്കി എടുക്കുക. അതിൻ്റെ മേലിൽ ഞാൻ 3 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. എന്നിട്ട് ഇത് മാറ്റി വെക്കാൻ. ആ സമയത്ത് നിങ്ങൾ ഏത് ഇതിലാണോ ബൗളാണോ സെറ്റ് ചെയ്യുന്നത്, ഫാലൂദ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിലെടുത്തിട്ട് അതിന് റോസ് സിറപ്പ് ഉണ്ട് ആയിരുന്നു, റോസ് സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ റോസ് സിറപ്പ് കുറച്ച് ലൂസായിരുന്നു, അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല അതുകൊണ്ടൊന്നും. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മെല്ലെ സേമിയ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ, അത് ഇത്തിരി കട്ടിയായിട്ടുണ്ടാകും, പക്ഷേ കുഴപ്പമില്ല. അത് ഇതിൻ്റെ ഇവിടെ ക്രീമും എല്ലാം വരുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരും. ക്രിസ്പിയായിട്ട് കടിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഓക്കെ, അതിൻ്റെ മേലിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ക്രീം, ആ വൈറ്റ് ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കും. ഈ വൈറ്റ് ക്രീം വെറുങ്ങനെ കഴിച്ചാലും നിങ്ങൾക്ക് തോന്നുന്ന നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഓക്കെ, മാംഗോ എടുത്തിട്ടുണ്ട് ഞാൻ, മാംഗോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. മാംഗോ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണോ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ മാംഗോ ഇട്ടാൽ കുറച്ചും കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം മാംഗോ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് സെർവ് ചെയ്ത് കൊടുക്കാൻ, നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ മുകളിൽ ഞാൻ വാൾനട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വാൾനട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നട്ട്സ് ആണെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. ഞാൻ ജാം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫിഗിൻ്റെ ജാം, ഫിഗിൽ നല്ല പൾപ്പോട് കൂടിയിട്ടുള്ള ജാം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അപ്പോൾ അതാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് വേറെ ഏതാ ജാം അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ അടുത്തുള്ളത്, ഓക്കെ അത് ഇടാം. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഫിഗിന് കുറച്ചും കൂടുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കടിപ്പ് വരുന്നവരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവർക്ക് ഒരു തെരി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. ഇതിൻ്റെ മേലിൽ ഇതുപോലെ തന്നെ പിന്നെ ഓറിയോ പൊടിച്ച് വെച്ചിട്ടുള്ള ഓറിയോ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ലെയറായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നല്ല ടേസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയെല്ലാം ചെയ്യാം. ഓക്കെ, അതിൻ്റെ മേലിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാൻ, അതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ മേലിൽ ഞാനിവിടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറി ഐസ്ക്രീം. എനിക്ക് ഏതാണ് ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ മേലിൽ അതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ ജെറി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തു. ഡെക്കറേഷൻ അല്ല, ജെറിയും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വൈറ്റ് സോസ് ഉണ്ടായില്ല, വൈറ്റ് ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ചുറ്റും ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ള, അത് ചുറ്റും ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഓറിയോയും കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. ഓക്കെ, അതിൻ്റെ മുകളിൽ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ഉണ്ടായിരുന്നു, പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത, അതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് തോന്നും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാൻ അല്ലെങ്കിൽ കുഴപ്പമില്ല.
ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അടിപൊളി ഫാലൂദ. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന ഫാലൂദനെക്കാട്ടിയും കൂടുതൽ ഏറ്റവും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഫാലൂദൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിങ്ങൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അടിപൊളി ഫാലൂദ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.